കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. അതിനുശേഷം നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരവും ആ വലിയ ബലിക്കല്ലും ഒക്കെ കാണാം. അതിൻ്റെ നടുക്കുള്ള ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്ക് കാണാം. അത് കഴിഞ്ഞാൽ ആ വലതുവശത്തെ ആദ്യത്തെ തൂണ് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന, നാരായണീയം എഴുതുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണും നോക്കി തൊഴുത് നമ്മുടെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം, നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ കാണുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, കുറച്ചൊക്കെ വലിയ ആൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ നല്ല തടിയൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ലൊരു പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, പാളത്താറ് പോലെ. അതിൻ്റെ മുകളിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഇന്ന് പാർത്ഥസാരഥിയുടെ രൂപത്തിലാണ് കേട്ടോ. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. അങ്ങനെ വലത്തെ കയ്യിൽ ചെമ്മട്ടിയുണ്ട്, അതേപോലെ ഇടത്തെ കയ്യിൽ ശംഖാണ്. അതായത് ചെമ്മട്ടിയോടു വലത്തു കയ്യിൽ ചെമ്മേ കടിഞ്ഞാണ് ഇടത്തു കയ്യിൽ എന്നുള്ളതിന് കടിഞ്ഞാണിന് പകരം ശംഖ ആണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. അതേപോലെ മഞ്ഞപ്പട്ടങ്ങു ഞെറിഞ്ഞു ചാർത്തി എന്നുള്ളതിന് പകരം ചുവന്ന പട്ടങ്ങ് ഞെറിഞ്ഞ് ചാർത്തിയിട്ട് ശിഞ്ചിത നാദത്തിൽ നിന്നു കൃഷ്ണൻ. അതാണ് അവസ്ഥ. അപ്പോൾ നല്ല രസമായിട്ടാണ്, നല്ല ആ ഒരു അലങ്കാരമാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മുഖത്ത് വളരെ പുഞ്ചിരി, എന്ത് രസമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പുഞ്ചിരി. വലിയ ആളായി ഉണ്ടല്ലോ, അപ്പോൾ നല്ല പുഞ്ചിരി. അതേമാതിരി ആ ഗോപി തിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. 2 ചെവിപ്പൂക്കൾ എക്സ്ട്രാ വെച്ച മാതിരിയുണ്ട്, സ്വർണത്തിൻ്റെ ഗോപിയാണ്. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്, നല്ല രസമായിട്ട് തന്നെയാണ്. അതേപോലെ തന്നെ ആ കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടിമാല, 2 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അതേപോലെ 2 ഉണ്ടമാലയും, 2 ഉണ്ടമാലയും നല്ല തിക്കായിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ തെച്ചി, തുളസി, താമര അതുപോലെ ഉള്ളത് തന്നെ. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകളുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഇന്നലെ അനന്തപത്മനാഭനായിരുന്നു, ഇന്ന് പാർത്ഥസാരഥിയാണ്. അപ്പോൾ പാർത്ഥനെ കാണാനില്ല, എന്നാലും പാർത്ഥസാരഥിയായിട്ടുള്ള ആ ഒരു നിൽപ്പാണ്. നല്ല രസമായിട്ട് എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ വിഷു വരികയല്ലേ, അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി ഓരോരോ ദിവസം ഓരോരോ വേഷങ്ങളാവുമോ എന്താ അറിയില്ല. എന്തായാലും നമ്മളിന്ന് കണ്ട് തൊഴുക. അങ്ങനെ ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ പാർത്ഥസാരഥിയുടെയൊക്കെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും അതേപോലെ ചുവരിൻ്റെ മുകളിലെ ചെറിയ ആലിലെ കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ആ ഗ്രില്ല് കഴിഞ്ഞാൽ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് വിഘ്നേശ്വരനെ കാണാനായിട്ട് പോവാം. വിഘ്നേശ്വരനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തി അവിടെ നിന്ന് അർച്ചന പ്രസാദം വാങ്ങി പിന്നീട് നേരെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും
ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നീട് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞവാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അവിടെ വന്ന് പ്രാർത്ഥിച്ച് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കിടാവൾക്കൊക്കെ കണ്ട് തൊഴുത് പിന്നെ മുകളിലേക്ക് നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് കുറൂരമ്മി, നാരദരെ, മേൽപ്പത്തൂരിന്, വസുദേവരൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിന് അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയെ കാണുമ്പോൾ അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ നേരെ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുന്ന പോലെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യാം. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പാർത്ഥസാരഥിയുടെ രൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പിന്നെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്ന പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിൽ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.